ഹായ് ഓൾ, ഇന്ന് സംസാരിക്കുന്നത് സൈബർ നിയമങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 27-നാണ്. സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന IT ആക്റ്റാണ് സെക്ഷൻ 66F. സൈബർ കോടതികളെ പറ്റി പറയുന്ന IT ആക്റ്റാണ് സെക്ഷൻ 48. 2015 മാർച്ച് 24-ന് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത IT ആക്റ്റാണ് സെക്ഷൻ 66A. ഇന്ത്യൻ ഭരണഘടനയിൽ സൈബർ നിയമങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ചെന്നൈയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്താണ് വന്നതെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് വന്നത് ബാംഗ്ലൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുരയിലാണ് വന്നത്. ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് 2008 ഡിസംബർ 23-നാണ്. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 27-നാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത് 2000 ജൂൺ 9-നായിരുന്നു. അതേപോലെ ഭേദഗതി ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. സൈബർ നിയമം അത് 2008 ഡിസംബർ 23-ന് ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഭേദഗതി ചെയ്തത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നാണ്. ലോകത്തിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്ത സൈബർ കേസ് ജോസഫ് മേരി ജക്വാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് CERT. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. 2017-ൽ 150ഓളം രാജ്യങ്ങളെ ബാധിച്ച ഒരു സൈബർ ആക്രമണമുണ്ട്. അതിൻ്റെ പേരാണ് വാനാക്രൈ. 2017-ൽ 150ഓളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണത്തിൻ്റെ പേരാണ് വാനാക്രൈ. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടക്കുന്നത് ആസാമിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടക്കുന്നത് ആസാമിലാണ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ വന്നത് മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് വന്നത് ചെന്നൈയിലാണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റാൾക്കിംഗ് കേസ് നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കേസ് വാദിച്ച വ്യക്തിയാണ് വാൻ ഡുങ്കൽ. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് വാദിച്ച വ്യക്തിയാണ് വാൻ ഡുങ്കൽ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള സൈബർ പാർക്കാണ് മുത്തൂറ്റ് ടെക്നോപോളിസ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ സൈബർ പാർക്കാണ് മുത്തൂറ്റ് ടെക്നോപോളിസ്. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി ഉള്ളത് കർണാടകയിലാണ്. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. താങ്ക് യു.